You are watching TV Next. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഏറ്റവും ചർച്ചാ വിഷയമായ നമ്മുടെ വിളവങ്കോട് താലൂക്കിലാണ്. വിളവങ്കോട് താലൂക്കിൽ ഇപ്പോൾ ആദ്യത്തെ കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥി 3 പ്രാവശ്യം MLA ആയിരുന്ന വിജയധരണി BJPയിൽ ചേർന്നു. നമ്മുടെ സൗത്ത് കേരള ഡയസിസിലെ പ്രവീൺ പിന്നെ DMK-യിലെ സഖ്യത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. അവർക്കെല്ലാം ഭീഷണിയായിട്ട് നമ്മുടെ TVK പാർട്ടിയുടെ മിസ്റ്റർ അഡ്വക്കേറ്റ് മൈക്കിൾ കുമാർ സാർ മത്സരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സർവേയിൽ വരുന്നത് നമ്മുടെ മൈക്കിൾ സാറിനാണ് ഈ വർഷത്തെ വിളവങ്കോട് ജനങ്ങൾ വിധി എഴുതാൻ പോകുന്നത് എന്ന് തന്നെയാണ്. സാറ് എന്താണ് അഭിപ്രായം? ഈ അഭിപ്രായത്തിനകത്ത് ഒരു മാറ്റവുമില്ല. ആൾറെഡി നമ്മുടെ നേതാവ് ബഹുമാനപ്പെട്ട ദളപതി വിജയ് 2026 തമിഴ്നാട്ടിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വരുവാൻ ഈ വിളവങ്കോട് ആദ്യത്തെ ഒരു വിന്നിങ് സീറ്റാണ്. ഇതിനകത്ത് ഒരു മാറ്റവുമില്ല. ആൾറെഡി നമുക്കിവിടെ നല്ല ബേസുണ്ട്, നല്ല വർക്കുണ്ട്. വിജയുടെ ഇതിനകത്ത് ഫാൻസ് എന്ന് പറയുന്നതുണ്ട്. അതിനകത്തൊക്കെ വളരെ ഇതാണ്. നമുക്കാണ് ഈ ജില്ലയിലെ ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പും കാര്യങ്ങളും. നമ്മുടെ പണികളും അങ്ങനെയാണ്. നമ്മുടെ 1 മാസത്തിന് മുന്നേ തന്നെ ഇലക്ഷൻ വർക്കിൻ്റെ പണിയൊക്കെ ചെയ്ത് ജനങ്ങളുടെ ഇടയ്ക്ക് നമ്മൾ ഉണ്ട്. ഞാനിതിനകത്ത് മനസ്സിലാക്കിയത് നമ്മുടെ നേതാവ് ബഹുമാനപ്പെട്ട ശ്രീമാൻ വിജയ് അധികാരത്തിൽ വരണമെന്ന് ജനങ്ങളൊക്കെ വലുതായിട്ട് ആഗ്രഹിക്കുക. അതിന് ഞാനൊരു കാര്യം പറയാമെങ്കിൽ ഒരു സൈലൻ്റായ ഒരു റെവല്യൂഷനാണ് ഇതിനകത്തിരിക്കുന്നത്. ഇലക്ഷനോട് അതൊക്കെ എത്താം. അപ്പോൾ ഇതിനകത്ത് എതിർകക്ഷികളെ സ്ഥാനാർത്ഥികളൊന്നും നമുക്ക് വലിയ ഇതുപോലെ ഒന്നും തോന്നുന്നില്ല. എന്തായാലും ഇപ്പോൾ BJPയിലെ സ്ഥാനാർത്ഥി ഇവിടെ 3 ടേൺ കോൺഗ്രസിൽ നിന്ന് മത്സരിച്ചിട്ട് BJPയിലോട്ട് പോയി. അവരെ ജനങ്ങൾ ഈ മണ്ഡലത്തിലെ പഠിച്ച ജനങ്ങൾ ഒരിക്കലും അംഗീകരിക്കത്തില്ല. എന്നിട്ട് കോൺഗ്രസിൻ്റെ ഒരു ബേസ് ഉണ്ടെന്ന് പറയുന്നു. ഈ ബേസ് എന്ന് പറയുന്നത് സഖ്യത്തിലേക്ക് ഇരുന്നുള്ള ഒരു ബേസാണ്. ആ ബേസിനകത്തും ഇപ്പോൾ തന്നെ ഒരു വലിയ മാറ്റമുണ്ട്. കാരണം ഇപ്പോഴൊരു കേരളത്തിൽ നിന്ന് വരുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ ഇവിടുത്തെ മണ്ഡലത്തിലെ കോൺഗ്രസ് DMK സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. അതിനകത്ത് ഇഷ്ടംപോലെ മിമിക്സൊക്കെ വരിക. ഈ സൗത്ത് കേരള ഡയസിസ് എന്ന് പറഞ്ഞാലും ഇവിടുത്തെ തെക്കൻ CSA ഡയസിസ് ആയാലും ശരി, ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളിനകത്ത് ഈ സ്ഥാനാർത്ഥിക്ക് വലിയ പ്രശ്നങ്ങളുണ്ട്. കാരണം ഒരുപാട് ജനതകൾ കേരളത്തിൽ നിന്നും ഇവിടെ നിന്നും നമ്മളെ വിളിക്കാറുണ്ട്. ഈ കഥകളൊക്കെ പുറത്ത് വരാറുണ്ട്. ഇപ്പോൾ ഫ്ലാഷ് ബാക്കിലെ ന്യൂസ് എന്ന് പറഞ്ഞാൽ ഈ സ്ഥാനാർത്ഥിക്കാലും സ്ഥാനാർത്ഥിയുടെ ബാക്കിയുള്ള സ്വഭാവ ദോഷങ്ങളാണ് ഇവിടെ കണ്ട് തുടങ്ങിയിട്ടുള്ളത്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ പോകെ അറിയാമെന്നുള്ളതാണ് പറയുന്നത്. പുള്ളി ഒരു ഫാഷനും കൊണ്ട് ഒരു അഡ്വർടൈസ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. കാരണം സാമ്പത്തികമായിട്ട് ഇച്ചിരി ഒന്ന് എങ്ങനെയോ തട്ടിമറിച്ചെടുത്ത് ഒരു എത്തിയതിനു ശേഷം എല്ലാവരെയും കീഴടക്കുക എന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥം ഇതിനകത്ത് രാഷ്ട്രീയം നടത്തിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് 8 വർഷങ്ങളായി പാർട്ടിക്കകത്ത് പ്രവർത്തിച്ച് പാർട്ടിയിൽ നിന്നും എന്തെങ്കിലും പദവികളും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു അധികാരത്തിലെത്താം എന്ന് ഉദ്ദേശിക്കുന്ന നല്ല പാർട്ടിക്കാർ ഏത് പാർട്ടിയിലായാലും അവരെ അംഗീകരിക്കണം. അവർക്കൊന്നും ഇവിടെ ഒരു സ്ഥാനമില്ല. പല കോടികൾ കൈമാറിയിട്ട് ഇവിടെ നിന്ന് പഴയ സ്ഥാനാർത്ഥിയൊക്കെ മാറ്റി വേറെ ഒരു സീറ്റ് കൊടുത്തിട്ട് പുള്ളി ഇതിനകത്ത് കാശ് കൊണ്ട് എന്തും നേടാം എന്നുള്ള ലൈനിലാണ് ഇപ്പോൾ ഇവിടെ സ്ഥാനാർത്ഥി ആയിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും ഇവിടെ തിളങ്ങത്തില്ല. ഇവിടുത്തെ ജനങ്ങൾ ഇതിനെ അംഗീകരിക്കത്തില്ല. കാരണം കന്യാകുമാരി ജില്ലയിലെ ഏറ്റവും വിദ്യാഭ്യാസം അധികമുള്ള ഒരു സ്ഥലം വിളവങ്കോടാണ്. ഈ തമിഴ്നാട്ടിലെ ഇലക്ഷനിൽ 234 നിയമസഭാ സീറ്റുകളിലും ഈ 233ാമത്തെ സീറ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിനോട് ഒട്ടേറെ ഇരിക്കുന്ന അടുത്ത ഒരു ബൗണ്ടറി, ഒരു ബോർഡറാണ്. അതിൻ്റെ എല്ലാ കൾച്ചറും ചുവകളും ഈ മണ്ഡലത്തിലും ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും കാശ് ചിലവാക്കും തോറും വോട്ട് കുറഞ്ഞുകൊണ്ടേ പോകും ആ സ്ഥാനാർത്ഥിക്ക്. ഈ വോട്ട് വർധനമെല്ലാം TVKക്കാണ്. ഇപ്പോൾ എല്ലാവരും നോക്കുന്ന ഒരു സ്ഥാനാർത്ഥി TVKയുടെ സ്ഥാനാർത്ഥിയാണ്. കാരണം ഈ മണ്ഡലത്തിനകത്തുള്ള സ്ഥാനാർത്ഥി 35 വർഷത്തിനേറെ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. ജനങ്ങൾക്കെല്ലാം അറിയാം. ഏത് രീതിയിലും കൂടെ രാഷ്ട്രീയത്തിനകത്ത് നിന്ന് പല ഘട്ടങ്ങളിലും പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളതാണ്. അത് ഈ സഖ്യകക്ഷിയിലിരിക്കുന്ന കക്ഷിക്ക് തന്നെ എന്നെക്കുറിച്ചും പ്രത്യേകിച്ച് അറിയാമെന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് എല്ലാ വിഭാഗത്തിൽ നിന്നും, കോൺഗ്രസ് വിഭാഗത്തിൽ നിന്നും, DMK വിഭാഗത്തിൽ നിന്നും, മറ്റുള്ള കക്ഷികളിൽ നിന്നും, BJP സ്ഥാനാർത്ഥിയുടെ കക്ഷികളിൽ നിന്നും നമുക്ക് നല്ലൊരു അനുകൂല ഇതുണ്ട്. ഇതൊക്കെ വരണതിന് മുന്നേ തന്നെ ഇവിടെ TVKക്ക് ഒരു ബേസുണ്ട്. കാരണം വിളവങ്കോട്ടിലെ സീറ്റ് എന്തായാലും TVKയാണ്. അതിനൊരു മാറ്റവുമില്ല. നമ്മുടെ പാർട്ടിക്കാർ പയ്യന്മാരൊക്കെ വളരെ സന്തോഷത്തിലാണ്. ജനങ്ങളും സന്തോഷത്തിലാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.